അസ്സലാമു അലൈക്കും. സാലിയാണ്. ലോക്സഭാ ഇലക്ഷന് അതിന്റെ കൊട്ടിക്കലാശത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന പോലുള്ള സമസ്ത ലീഗരോട് ചിലത് പറയണമെന്ന് തോന്നി. എല്ലാ വിഷയവും വൈകാരികമായിട്ടല്ല നേരിടേണ്ടത്, വിവേകത്തോടു കൂടിയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവസാനത്തെ വോട്ടും പെട്ടിയിലാകുന്നത് വരെ ഫിത്നയും ഫസാദും നമ്മളെ പൊന്നാനിക്കാർക്കും മലപ്പുറത്തേർക്കും ഒന്നും ഒരു പുതിയ അനുഭവമല്ല. അത് മൊത്തത്തില് കേരളം അല്ലെങ്കിൽ ന്യൂനപക്ഷം അല്ലെങ്കിൽ സമുദായം സമൂഹം നേടിയെടുത്ത എല്ലാ സംവിധാനങ്ങൾക്കും എതിരെ നിൽക്കുന്നവര് ആ ഫിത്നക്കും ഫസാദിനും കോപ്പ് കൂട്ടിക്കൊണ്ടേയിരിക്കും. വൈകാരികമായി നമ്മളെ വ്രണപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരക്കാർക്ക് ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ മർഹൂം നാട്ടിക വി മൂസ മുസ്ലിയാരുടെ ചില ശബ്ദങ്ങള് കേൾപ്പിക്കണമെന്ന് തോന്നി. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ശബ്ദം കേൾപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് സമത്തന് ലീഗിന്റെ ആലയിൽ കെട്ടിന്ന് ആക്ഷേപിച്ചു. സമത്തക്കാരൊക്കെ ലീഗുകാരാണ്, അതുകൊണ്ട് ചുകാവില്ല. ഞാൻ കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളല്ല, ഉള്ളത് പറയുന്ന ആളാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞു, സമത്തനെ ലീഗിന്റെ ആലയിലും കെട്ടിയിട്ടില്ല, ലീഗിനോട്ട് സമത്തന്റെ ആലയിലും കെട്ടിയിട്ടില്ല. കാരണം ഇത് മറ്റൊന്നിന്റെ ആലയിൽ ഇത് കൊള്ളൂല, കെട്ടാൻ കോലല്ല. രണ്ടിന്റെയും പ്രവർത്തന മേഖല രണ്ടാണ്, രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ്. ഇപ്പൊ കണ്ടോ, ജനകീയ ആസൂത്രണത്തിനെ കുറിച്ച് ലീഗ് എന്തൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. സമസ്ത മുഷാവറത്ത് വരെ ജനകീയ ആസൂത്രണത്തെ പറ്റി മുണ്ടിയിട്ടില്ല, സമസ്തയിൽ ഇടപെടുന്നില്ല. കാരണം സമസ്തന്റെ അജണ്ടയിൽ അതില്ല. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ. അതായത് രണ്ടിന്റെയും പ്രവർത്തന മേഖല രണ്ടാണ്, രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ്. ഉദാഹരണം, കാറും ലോറിയും ബസ്സും ജീപ്പും ഒക്കെ റോട്ടിലൂടെ സഞ്ചരിക്കുന്നു, ട്രെയിനും ഗൂഡ്സും ഒക്കെ റെയിൽ പാളത്തിലൂടെ സഞ്ചരിക്കുന്നു. രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ്. എന്നാ ചില ക്രോസിങ്ങിലൊക്കെ ഒരു ഭാഗത്തുണ്ടാവും, അത് തട്ടിമുട്ടാതിരിക്കാനുള്ള ഏർപ്പാടും ഉണ്ടാവും. രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞു, തീവണ്ടി അങ്ങനെ റോട്ടിൽ കൂടി പോകൂല, ലീഗ് അങ്ങനെ സമത്വയാവൂല, സമത്വോട്ട് ലീഗും ആവൂല. ഇത് രണ്ടും രണ്ടാണ്. രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ്, പ്രവർത്തന മേഖല രണ്ടാണ്. അതുകൊണ്ട് ഒന്നിനെ മറ്റൊന്നിന്റെ ആലയിൽ തളച്ചു എന്ന് പറഞ്ഞ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നതിലുപരി വിവരദോഷവും കൂടിയാണ്. എന്നാൽ പിന്നെ സമത്വ നേതാക്കളിൽ ചിലർക്ക്, പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട്. ഒരേ സമയത്ത് ലീഗിലും സമത്വയിലും അംഗത്വമുണ്ട്. നമ്മളത് നിഷേധിക്കണില്ല, മുമ്പും നിഷേധിച്ചിട്ടില്ല, ഇപ്പോഴും നിഷേധിക്കണില്ല. നേതാക്കളിൽ ചിലർക്ക്, പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട്. മർഹൂം ബാഫക്കി തങ്ങള്, പൂക്കോയ തങ്ങള്, നവറല്ലാഹു തആല മർഖദഹുമ ആമീൻ, ഇവർ രണ്ടുപേർക്കും ഒരേ സമയത്ത് ലീഗിലും സമത്വയിലും അംഗത്വവും നേതൃത്വവും ഉണ്ടായിരുന്നു. ബാഫക്കി തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സമത്വയുടെ ഖജാൻജിയും ആയിരുന്നു. പൂക്കോയ തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും ആയിരുന്നു. ഒരേ സമയത്ത് ദ്വയാംഗത്തുള്ള നേതാക്കളാണ്. എന്നെ പോലുള്ള പല പ്രവർത്തകർക്കും ദ്വയാംഗത്തുണ്ട്, നമ്മൾ നിഷേധിക്കണില്ല. പിന്നെ കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഏതൊരു മതസംഘടനയിലുമാണോ, സ്വാഭാവികമായും അവർക്ക് ഈ രണ്ട് സംഘടനയോടും അനുഭാവം ഉണ്ടാകും, കൂടുതൽ ഉണ്ടാകുമ്പോൾ. അങ്ങനെ വന്നുപോയി. ആ സംഘങ്ങൾക്കിടയിൽ പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കേണ്ടത് മുസ്ലിം വിരോധികളുടെ ആവശ്യമാണ്. ഭൂരിപക്ഷം വരുന്ന സമുദായത്തില്, മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കേണ്ടത് മുസ്ലിം താൽപര്യക്കാരുടെ ലക്ഷ്യമല്ല, മുസ്ലിം വിരോധികളുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ലീഗും സമത്വയും അനാവശ്യമായ ഒരു സംഘർഷത്തിലേക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞാൻ പറയാൻ മടിക്കുന്നില്ല, അനാവശ്യമായൊരു സംഘർഷം ആവശ്യമല്ല. എന്തുകൊണ്ട്? നമ്മുടെ മദ്രസയെ, നമ്മുടെ ദർസിനെ, നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ, ഇസ്ലാമികമായ അഭിവൃദ്ധിയെ അത് പ്രതികൂലമായി ബാധിച്ചേക്കും. ആലയിൽ കെട്ടിയത് കൊണ്ടല്ല.
പിന്നെ സമൂഹത്തിന്റെ മൊത്തമായ നന്മ മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് കൊണ്ടാണ്. ആത്മാർത്ഥത ആരെങ്കിലും ചോദ്യം ചെയ്യുന്നെങ്കിൽ ദൈവം അവർക്ക് മാപ്പ് കൊടുക്കട്ടെ. ഇനി സമസ്തന്റെയും മുസ്ലിം ലീഗിന്റെയും ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നാട്ടിക ഉസ്താദ് സമസ്തനെ കുറിച്ച് പറഞ്ഞ തന്നെ ഈ രണ്ട് സംവിധാനങ്ങളെ കുറിച്ചും എനിക്ക് പറയാനുള്ളൂ. അതൊന്ന് കേട്ടു നോക്കി. ഇതേതെങ്കിലും വിധേന നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ചിന്തിക്കാം. അപ്പൊ ഞാനൊക്കെ ചിന്തിക്കാറ്, കാരണം ഞാനിപ്പോ സമസ്തന്റെ പ്രവർത്തകരുടെ കൂട്ടത്തിൽ വളരെ എളിയവനാണ്. എന്റെ ചിന്താഗതി എന്താ അറിയോ? നമ്മുടെ പഴമക്കാരുണ്ടാക്കി തന്ന നല്ല കാര്യങ്ങൾ നിലനിർത്തുക, സാധിക്കുമെങ്കിൽ പരിപോഷിപ്പിക്കുക, ഏറ്റവും ചുരുങ്ങിയത് അത് പൊളിക്കാതിരിക്കുക. ഇതാണിപ്പോ നമ്മളെ ചിന്ത. എന്റെ മനസ്സിലുള്ള അതാണ്. അല്ലാതെ ആ മൂല്യർ ഈ മൂല്യർ മറ്റേ മൂല്യരപ്പ് ഈ മൂല്യരപ്പൊന്നല്ല. എന്റെ ഉള്ളിലുള്ള അടിസ്ഥാന ചിന്ത അതാണ്. നമ്മുടെ കാരണവന്മാരും പൂർവികരുമായി നിലനിർത്തി പോകുന്ന സൗകര്യം ഉണ്ടല്ലോ. ഏത് സൗകര്യം? ചാപ്പാടിന്റെ സൗകര്യം അല്ല പറഞ്ഞത്. അത് പൂർവികരുണ്ടാക്കി തന്നത് നിലനിർത്തുക, സാധിക്കുമെങ്കിൽ പരിപോഷിപ്പിക്കുക, ഏറ്റവും ചുരുങ്ങിയത് അത് പൊളിക്കാതിരിക്കുക. ഇതാ നമ്മളെ മൈൻഡ്. ആർക്കും അതിൽ പ്രയാസം ഉണ്ടാകുക? ആ നിലപാട് സ്വീകരിക്കുന്നതല്ലേ ഒരു വിശ്വാസിക്ക് കരണീയം. അപ്പോ ഈ കേരളക്കരയില് ഈ ആത്മീയമായും ഭൗതികമായും ന്യൂനപക്ഷങ്ങൾക്കും സമുദായത്തിനും സമൂഹത്തിനും കിട്ടിയ ഈ രണ്ട് സംവിധാനങ്ങള് നമുക്ക് പൂർവികര് കൈമാറി തന്ന, ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും കൈമാറി തന്ന് ഇന്ന് സയ്യിദുലുലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സയ്യിദുൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് സംവിധാനങ്ങള് പൂർവികര് നമുക്ക് കൈമാറി തന്നത് നമുക്ക് നിലനിർത്താൻ പറ്റണം. സാധിക്കുമെങ്കിൽ അത് പരിപോഷിപ്പിക്കാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് അത് പൊളിക്കാതിരിക്കാനെങ്കിലും കഴിയണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.